എനിക്ക് നിക്കോട്ടും കിട്ടുന്നില്ല. പാലെത്താൻ പോവാണ്. Okay, മനസ്സിലായില്ലേ? ആണ്. അപ്പൊ ഒരു കൂട്ടുകാരന്റെ കാര്യം പറഞ്ഞു. വേറൊരു കൂട്ടുകാരനെ ഞാനൊന്ന് വിളിക്കട്ടെ. ആ. ഞെട്ടാ റെഡി ആയിക്കോണം കേട്ടല്ലോ. ഓ. സൂപ്പർ സംഭവമാണ് നമ്മൾ കൊണ്ടുവരുന്നത്. വായോ ചേട്ടായി. ഏ? ആരാന്ന് ഇപ്പൊ കാണിക്കുവേ. Yes, ടിനിച്ചോ. ചേട്ടാ ഇരുന്നോ. അങ്ങനെ മലയാളത്തിന്റെ സ്വന്തം ടിനി ടോം is all here. ടിനിച്ചേട്ടാ പറ, ഞങ്ങൾ ഇങ്ങനെ ഒരു വീട്ടുവിശേഷം കുറച്ച് ആദ്യമായിട്ടാണ് മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് കിട്ടുന്നത് സലീമേട്ടനെ. അപ്പൊ സലീമേട്ടനെ ഏറ്റവും ആത്മാർത്ഥമായിട്ട് സലീമേട്ടനെ സ്നേഹിക്കുന്നവരെയാണ് നമ്മൾ ഈ ഒരു ഫോറത്തിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. കിട്ടുന്നത് കുറെ നാൾ കൂടിയിട്ടാ. എത്ര വർഷമായിട്ടുള്ള പരിചയമാണ് മൈൽ സ്റ്റോൺ ഇപ്പോൾ കിട്ടിയല്ലോ. എന്നാലും സലീം കുമാർ എന്ന പേര് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ആദ്യം വരുന്ന കാര്യം എന്താണ്? ബൗദ്ധികം, ഭൗതികോ ബുദ്ധിയുള്ള കോമഡികൾ ഞാൻ കണ്ടുപഠിച്ചതും എൻജോയ് ചെയ്തൊക്കെ സലിയപ്പൻ്റെ കൂടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം മുകളിലേക്ക് കയറിയിട്ട് മറ്റൊക്കെ മോശമായിരുന്നല്ല പറയണത്, അത് പഠിച്ചതും എനിക്ക് ഷോസ് അതിനുശേഷമാണ് ഞാൻ ഈ സവാരി ഗിരി 5 സ്റ്റാർ തട്ടുകടയൊക്കെ ഇദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റായിട്ടാണ് ഞാൻ കൂടുതലും വർക്ക് ചെയ്തിട്ടുള്ളത്. ഏഷ്യാനെറ്റിൽ 1, 2, 3 പരിപാടികൾ ചെയ്തിട്ടുള്ളൂ. പക്ഷെ അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് ഒരു ജൈവ കോമഡി എന്ന് പറയാൻ പറ്റില്ലേ, കോമഡിയുടെ കർഷകനാണ് യഥാർത്ഥത്തിൽ. മറ്റിടത്ത് കൊണ്ടുവന്നിട്ട് വിൽക്കുന്ന ആളല്ല, സ്വന്തം കൃഷി ചെയ്തിട്ട്. അതെ അതെ, കാലൻ എന്ന് പറയുന്ന പോലെ അങ്ങനെ പറയരുത്. അങ്ങനെ നമ്മൾ പറയും ഒരു ഞാൻ ബ്രഹ്മാവ് എന്നാണ് പറയുന്നത്. ബ്രഹ്മാവ് കാലൻ ബ്രഹ്മാവ് അതിന്റെ കാലനാണെന്നൊക്കെ പറയല്ലോ, അങ്ങനെ പറഞ്ഞല്ലേ. പക്ഷെ ഞാൻ സൂപ്പർ ഡിഗ്രി മാറിയിട്ടൊക്കെ അല്ല, നെഗറ്റീവിനാണല്ലോ ഇപ്പൊ മാർക്കറ്റ്. പറഞ്ഞല്ലേ പടം കണ്ട് ഒരു രക്ഷയില്ല, പിന്നെ പോകണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത പറഞ്ഞ ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ലാത്ത തീർന്നു, അതല്ലേ. അല്ല, അത് ശരിക്കും ഓർഗാനിക് കോമഡി, അതായത് വാട്സപ്പിൽ നിന്ന് എടുത്തതോ അല്ലെങ്കിൽ അവിടെ നിന്ന് എടുത്തോണ്ടോ അങ്ങനെയൊന്നും അല്ല. ഇപ്പൊ പറഞ്ഞില്ലേ, അതാ പറഞ്ഞു, ഇപ്പൊ വന്നല്ലോ കറക്റ്റില്ലേ, വിത്തിട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ കിട്ടും. അപ്പൊ അല്ല, നമ്മളെല്ലാവരുടെ ഉള്ളിൽ ഒരു സലീം കുമാർ ഫാൻ ഉണ്ട്, ഒരു ആരാധനയുണ്ട്. ടിൻചേട്ടാ ഇപ്പം എത്ര വലിയ ആർട്ടിസ്റ്റ് ആണെങ്കിലും ഇപ്പൊ കുഞ്ഞു പിള്ളേരാണെങ്കിലും ആരാധനയല്ല, എനിക്ക് റെസ്പെക്ട് ബഹുമാനമാണ്. ഏറ്റവും കൂടുതൽ സലീമേട്ടന്റെ ഏത് ക്യാരക്ടറാണ് ടിനിച്ചേട്ടൻ ഏറ്റവും പേഴ്സണലി ഇഷ്ടം? എനിക്ക് എല്ലാം ഇഷ്ടം. എന്നാൽ ഒരെണ്ണം സ്പെസിഫിക്കലി ഞാനൊന്ന് പറയാൻ പറഞ്ഞു. ഒരുപാടുണ്ട്, എന്നാലും ഒരെണ്ണം. എനിക്ക് അച്ഛനുറങ്ങാത്ത വീടാണ്. അച്ഛനുറങ്ങാത്ത ഇപ്പൊ ആദാമിന്റെ മകൻ അബു കോമഡി ക്യാരക്ടേഴ്സ് വേറെ രസം ഇതില്. പക്ഷെ അച്ഛനുറങ്ങാത്ത വീട് ഞാൻ ഭയങ്കരമായിട്ട്, കാരണം സലിയപ്പന്റെ തൊട്ട് മുമ്പിലോ പിമ്പിലോ ഇരുന്നിട്ട് ഞാൻ പടം കണ്ടത്, മുമ്പിലിരുന്ന് കണ്ടത്. അപ്പൊ അത് വേറൊരു ഏരിയയിലേക്ക് നമ്മള് ഈ ഞെട്ടിക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ്. ഈ കലാകാരൻ എപ്പോഴും ഞെട്ടിക്കണം, വെടിക്കെട്ടുകാരൻ്റെ പോലെ ഇരിക്കണം എന്ന് പറയുന്നത്. കാരണം വെറുതെ ഇങ്ങനെ പോയിട്ട് കാര്യമില്ല. കോമഡി റോൾസിൽ കാരണം CID മൂസയാലും കല്യാണരാമൻ ഇങ്ങനെ അയ്യോ, അത് അങ്ങനെ ഒരെണ്ണം പറയുന്നത് ഏറ്റവും വലിയ ദ്രോഹമാണ്. എന്നാലും നമുക്കിപ്പോ ചിലപ്പോ ഈ ഡിപ്രഷൻ ഒക്കെ വരുമ്പോൾ നമ്മൾ വെറുതെ ഇരുന്നിങ്ങനെ, എനിക്ക് അതൊന്നും അല്ല ഇഷ്ടം. സലീം കുമാറിനോട് സംസാരിക്കുന്നത്, സലിയപ്പനോട് സംസാരിക്കുന്നത്. ഇപ്പൊ ഈ അടുത്തുണ്ടായ ഒരു, ഞാൻ പറയും, സ്പോണ്ടേനിയസ് കോമഡി ഉണ്ട്. അത് ഇന്ന് ഞാൻ ഷെയർ ചെയ്ത് ഒരു സ്ഥലത്ത്. ഇതൊന്നും പുറത്തു വരില്ല, ഇങ്ങനെയുള്ള സ്ഥലത്ത് പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ അല്ലേ. അത് ഞാൻ ഔഷധ സസ്യങ്ങളുടെ ഒരു ചെറിയൊരു കൃഷി നടത്തുന്നുണ്ട്. എല്ലാവരും ഇപ്പൊ സലിയപ്പൻ നെല്ലിന്റെ നടത്തുന്നുണ്ട്, പലതരം ചെമ്മീൻ കൃഷി അങ്ങനെയൊക്കെ നടത്തുന്നുണ്ട്. അപ്പം ഞാൻ ഔഷധ സസ്യം, അതായത് ആർക്കും പരിചയമില്ലാത്ത. അപ്പോൾ സലിയപ്പൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഔഷധ കൃഷിയൊക്കെ നടത്തുന്നുണ്ട്, അതിൻ്റെ ഇലയൊക്കെ തിന്നുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം കേട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ അനുഭവങ്ങൾ വെച്ചിട്ടായിരിക്കും. ഞാനപ്പോൾ പറഞ്ഞ്, അല്ല, പുതിയ തലമുറക്ക് പരിചയപ്പെടുത്തുകയും ചെയ്യാം. നമുക്കിപ്പോൾ വയറുവേദന തലവേദനയൊക്കെ വരികയാണെങ്കിൽ ഇത് അരച്ച് കലക്കി കൊടുത്തു കഴിഞ്ഞാൽ മാറുമല്ലോ. അതിന് നീ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെടുന്നത്? കാരണം ഒരു ചെടി കൊണ്ടൊന്ന് വെച്ച് അതിൽ വെള്ളമൊഴിച്ച് വളമൊക്കെ ഇട്ട് ഇത്രയും വലുതാക്കിയിട്ട് വയറുവേദന മാറ്റണതിന് വരെ ഒരു മരുന്ന് തുടങ്ങിയ പോലെയാണ്. പിന്നെ ഞാൻ ആലോചിച്ചത്, എന്തിനാ ഞാൻ ഇത്ര കഷ്ടപ്പെടുന്നത്? അടുത്തുള്ള ഇത് കഴിച്ചാൽ ഉറപ്പില്ലല്ലോ ഇത് എന്താന്നുള്ളത്. എന്തറിയാമോ, അപ്പൊ ഇത് നമുക്ക് അത് പറയാ, ഓരോ ചെടിയുടെ ഇലകളും ഓരോ സ്റ്റിറോയിഡുകളാണ്. ചുമ്മാ ഓരോ സ്റ്റിറോയിഡാ. ഇപ്പൊ തുളസി നല്ലതാണെന്ന് പറഞ്ഞിട്ട് അതങ്ങനെ വാരി തിന്നിട്ടുണ്ടെങ്കിൽ വലിയ കുഴപ്പമാണ്. കണക്കില്ലല്ലോ. അങ്ങനെ ആരെങ്കിലും സലീമേട്ടൻ അറിയോ? അതായത് 100,000 പേര് അറിയാം. അല്ല, നമ്മുടെ ഈ സർക്കിളിൽ ആരെങ്കിലും ഉണ്ട് അതായത് എന്തെങ്കിലും നല്ലതാണെന്ന് കേട്ടിട്ട് അമിതമായിട്ട് കഴിക്കാം? പിന്നെ അതെല്ലാവരും അത് തന്നെയാണ്, ഒരാളെന്നല്ല, എല്ലാവരും. അതിന്റെ രാവിലെ അതിന്റെ വെള്ളം, ഉച്ചക്ക് അതിന്റെ വെള്ളം, വൈകുന്നേരം അതിന്റെ വെള്ളം കഴിക്കാൻ വെച്ചാല് ഇതിനെല്ലാത്തിനും കണക്കുന്നൊരു സംഭവം പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്ന് തന്നെയാണ് ഇംഗ്ലീഷ് മരുന്ന് നടക്കുന്നത്. ഈ തുളസിയിൽ നിന്നും അതിൽ നിന്നൊക്കെ തന്നെയാണ് ഇംഗ്ലീഷ് മരുന്ന് നടക്കുന്നത്. അതിന് വേറെ ഇംഗ്ലീഷ് മരുന്നൊക്കെ വേറെ സ്ഥലമുണ്ടാ? ഒന്നുമില്ല.
അപ്പൊ ഇംഗ്ലീഷ് മരുന്നും ഈ ആയുർവേദിക് മരുന്നും തമ്മിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. ആണ്, ഇതൊക്കെ എന്തൊക്കെ ഇത് തന്നെയാണ്. അല്ല സലീമേട്ടനുമായിട്ടുവേ ഈ ചില സീനിൽ പറഞ്ഞിട്ടുണ്ട് കല്യാണരാമനിലൊക്കെ ദിലീപേട്ടൻ തന്നെ കൂടെ നിന്നിട്ട് അങ്ങ് ചിരിച്ചു പോകുന്നു. കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റുകൾക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റില്ലെന്ന്. കാരണം ഈ പറഞ്ഞ ടേക്കിൽ പല സംഭവങ്ങളും കാണിക്കുക. അങ്ങനെ ഏതെങ്കിലും ഒരു ഞാനൊരു സിനിമയുടെ സിനിമയുടെ പുറത്തുള്ള കാര്യങ്ങളാണ് ഞാൻ ഏറ്റവും ആസ്വദിക്കുന്നത്. അത് ഇപ്പൊ ഞാൻ ഇപ്പൊ ഷർട്ട് ഞാൻ തേക്കാറുണ്ട് സ്വന്തമായിട്ട്. ഇപ്പൊ തേച്ച് കൊണ്ടുവരാറുണ്ട്. എന്നാലും ഒരു പ്രാവശ്യം കൂടി തേക്കണം. മറ്റേത് കാശ് കൊടുത്തു കൊണ്ടുവന്നാലും ചുളുങ്ങി കിടക്കും. തേക്കുമ്പോൾ എല്ലാ ദിവസവും ഞാൻ സലിയപ്പന് ഓർക്കും. വെറുതെ പറയുന്നില്ല. ഇപ്പൊ ഞാൻ തേച്ച് ഈ ഷർട്ട് ഞാൻ സ്വന്തം തേച്ച് വന്നത്. അതായത് നമ്മുടെ ആദ്യത്തെ പുളിയറക്കോണത്തുള്ള സ്ഥലം അറിയാലോ. അത്രയും വലിയൊരു കോമഡി ഞാൻ ലൈഫിൽ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോന്നാണ് ഞാൻ ആസ്വദിച്ചത്. അത് ഞാൻ ഓർത്ത് ഇപ്പോഴും ചിരിക്കാറുണ്ട്. ഞങ്ങൾ ഒരു കോമഡി പ്രോഗ്രാം ചെയ്യാണ്. ആ സമയത്ത് സലിയപ്പൻ്റെ നേതൃത്വത്തിൽ ഇടയ്ക്ക് ഓരോന്ന് ചെയ്യുള്ളൂ. അത് ഭയങ്കര ഹിറ്റുമായിരിക്കും. അപ്പോൾ ഈ പ്രതിമകൾ ആക്രമിച്ചുകൊണ്ടിരിക്കുക നാട്ടിൽ. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമേനെ ആക്രമിക്കുന്നു. അപ്പോൾ അതിനെ വെച്ചിട്ടൊരു കോമഡി. അതായത് പ്രതിമകളെല്ലാവരും ചേർന്നിട്ട് സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ സമരം നടത്തുന്നു. അപ്പോൾ വിവേകാനന്ദൻ, ഞാൻ അംബേദ്കർ ആയിരുന്നു വന്നത്. അങ്ങനെ ഓരോരുത്തർ ഓരോ പ്രതിമകളായിട്ട് ഫുൾ ചെളി തേക്കണം കേട്ടോ. അണ്ടർവെയർ മാർച്ച് വിട്ടിട്ട് ഫുള്ള് ചെളി തേക്കണം. ആ സമയത്ത് വയറ്റിൽ വല്ലതും പോകണ്ടേ. അപ്പോൾ പിന്നെ ചെളിയാണെങ്കിലും തിന്നും നമ്മൾ. അപ്പോൾ സൈനൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളങ്ങനെ കുറച്ച് പേരുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ പ്രതിമയായിട്ട് നിന്നിട്ട് മുദ്രാവാക്യങ്ങളാണ്. ഞങ്ങളിലൊന്നിനെ തൊട്ട് കളിച്ചാൽ ഞങ്ങളിൽ പ്രതിമകളാണ് മഹാത്മാഗാന്ധി. അപ്പൊ ഇതിനു ശേഷം വേറെ ഇല്ല അടിയിലിടാൻ നമുക്ക്. ഇത് ചിന്തിച്ചില്ല. സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞപ്പോൾ രണ്ടാമത് തിരിച്ചു വരുമ്പോൾ വേറെ സെറ്റ് അങ്ങനെ ഷഡ്ഡി അത് തന്നെയാണ് പറയേണ്ടത്. പുള്ളിക്കാരി കറക്റ്റായിട്ട് പറഞ്ഞു. ഞാൻ ഇത്ര സ്റ്റാൻഡേർഡ് ആക്കാൻ നോക്കില്ല. അപ്പോ നമ്മളൊക്കെ ഇത് ഉണക്കി പല സ്ഥലത്തും ഉണക്കി. അപ്പൊ നമ്മുടെ മോഹൻ ചേട്ടൻ ഇരിക്കുന്ന മേക്കപ്പ് റൂം അറിയാലോ. അവിടെ നിന്ന് ഭയങ്കര പുക വരിക. പുള്ളി ചെന്നപ്പോ സൈനൻ എന്താ ചെയ്തെന്ന് പറഞ്ഞാല് ഈ നനഞ്ഞ ഷഡ്ഡിയില്ലേ തേപ്പൂട്ടി വെച്ച് ഈ ദോശയൊക്കെ ചുടണ പോലെ ഒക്കെ ഇങ്ങനെ വന്നോണ്ടിരിക്കുക. അപ്പം മോഹൻ ചേട്ടൻ വന്ന് തലയെ കൈ കൊടുത്തിരിക്കുകയാണ്. ഇത് ആരാണ് ഈ സലീംകുമാറിനൊപ്പം വന്നേക്കണെന്ന് ചോദിച്ചു. സലിയപ്പം വന്നിട്ടൊരു സാധനം പറഞ്ഞു അവിടെ നിന്നിട്ട്, എടാ ഇത്രയും കാലം യേശുദാസിന്റെ ഒക്കെ ജുബ്ബ തേക്കണ തേപ്പൂട്ടി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ഇന്ന് മുതൽ സൈനന്റെ ഷഡ്ഡി തേച്ച തേപ്പൂട്ടി എന്നറിയപ്പെടും. ഇപ്പോഴും മോഹൻ ചേട്ടൻ എന്നെ കാണുമ്പോൾ ചോദിക്കും ഈ സൈനൻ എന്ന് പറഞ്ഞ ആള് ഇപ്പൊ എവിടെയുണ്ട്. ഞാൻ പറഞ്ഞ ആള് സജീവമാണ്, ഇപ്പോഴും തേക്കാറുണ്ട് പുള്ളി. അതുകൊണ്ട് ഓരോ ഷർട്ട് തേക്കുമ്പോഴും ഞാൻ ആലോചിക്കുന്ന കോമഡി. നിങ്ങളെല്ലാരും എന്നാ ചെയ്തു? ഞാനൊക്കെ ഓടിച്ചിട്ട് ഇങ്ങനെ ഓടി ഇട്ടോണ്ട് ഓടി. ഞാൻ കണ്ടിട്ടുണ്ട് ദാസേട്ടന്റെ ജുബ്ബ തേക്കണ വീട്ടിൽ. അതാണ് പെട്ടെന്ന് ദാസേട്ടന്റെ അല്ലേട്ടാ പുള്ളി ഇത് ചെയ്തെടുത്തു, റെഡിയാക്കി. നിങ്ങളെല്ലാരും അതെങ്ങനെ മാനേജ് ചെയ്തു? എന്താണ് ഈ പറയണത്? ഇതിപ്പോ അന്നത്തെ കാര്യമൊക്കെ എടുത്തിട്ട് അത് എങ്ങനെ ഉണക്കണമെന്ന് ഞാൻ പറഞ്ഞ് പ്രാക്ടിക്കലാക്കി പറഞ്ഞുതരാം. കുറച്ചേരം ശരീരത്ത് എന്ത് തണുത്തത് ഇട്ടാലും ഉണങ്ങി കിട്ടും. അങ്ങനെ അതെ. പക്ഷെ ഇവൻ എന്താ പറയുക പെട്ടെന്ന് ഉണക്കി എടുക്കാൻ വേണ്ടിട്ട് പുള്ളി അങ്ങ് ഭയങ്കര ഓവറായിട്ട്. അത് ശരിക്കും ഞാൻ പറയും തട്ടുകടയിൽ മറ്റേ ഇങ്ങനെ വെള്ളം തെളിക്കരുത്. സൗണ്ടും കേൾക്കണ്ട.